സൗദിയെയും ഖത്തറിനെയും അമേരിക്ക പറ്റിച്ചു. നിലവിൽ ഓർമുസിലെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറെക്കുറെ അമേരിക്ക ഇതിൻ്റെ പിന്നാമ്പുറം കളിച്ച പ്രവൃത്തി എന്തൊക്കെയാണ്, കുരുട്ട് തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് കുറുക്കൻ്റെ കൗശലത്തോടു കൂടി ഓർമുസിൻ്റെ കടലിൻ്റെ ഭാഗം പിടിച്ചെടുക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതാണ് രക്തരൂഷിതമായിരിക്കുന്ന എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു യുദ്ധത്തിൽ കലാശിച്ചത്. ഇപ്പോഴും ആ യുദ്ധത്തിൻ്റെ കെടുതിയും പ്രശ്നങ്ങളും തുടരുകയാണ്. കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക പിന്നീട് അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര സമുദ്ര സംഘടന IMO എന്ന് പറയുന്നവരും പിന്തുണച്ച ഒരു കടൽപാത എന്നാണ് കപ്പലിലെ കപ്പിത്താന്മാരോട് അമേരിക്ക പറഞ്ഞത്. അത് നമുക്കറിയാം, ഓർമുസ് കടൽ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു കടൽ ഇടുക്കാണ്. ഒരു ഭാഗം ഒമാനാണ്, ഒരു ഭാഗം ഇറാനാണ്. ഏറെക്കുറെ പകുതിയും പപ്പാതി എന്ന് പറയുന്ന രീതിയിൽ 90 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ ഏറെക്കുറെ വീതിയും. അത് ചില സ്ഥലത്ത് 15 കിലോമീറ്റർ ഉണ്ട്, ചില സ്ഥലത്ത് 30 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയാണ് അത് പോകുന്നത്. ഈ കടൽപാതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇപ്പോൾ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക രീതികളും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ ചെറിയ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അമേരിക്കയുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ, ഇറാനിൽ ഇപ്പോൾ അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തര ചടങ്ങ് 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുകയാണ്. അത് അവിടെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് 2 കോടിയിലേറെ ആളുകൾ പങ്കെടുത്തു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മരണാനന്തര ചടങ്ങിൽ ഇത്രയേറെ ജനങ്ങൾ പങ്കെടുക്കുന്നത്. 100ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ നിലവിൽ അവിടെ എത്തിക്കഴിഞ്ഞു. 100-ലധികം എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അത്ര ഒരു മരണാനന്തര ചടങ്ങും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്ര വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ് അവർ ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിലും സൈനിക തലത്തിലും പോലീസ് തലത്തിലും സർക്കാർ തലത്തിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരൊക്കെ ഇതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് സജീവ സാന്നിധ്യമാണ്. ഓരോരോ ഭാഗങ്ങളിലുള്ളവർക്കും പ്രത്യേകം ഒരു ഡ്യൂട്ടി തന്നെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ഓർമുസിൽ വല്ലാത്തൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഒരു കുറുക്ക് വഴികൾ ചെയ്തത്. ആ കുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കപ്പൽ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് അമേരിക്ക പറഞ്ഞ റൂട്ടിലൂടെ പോകണം എന്നുള്ളതാണ്. അതൊരു പരീക്ഷണം കൂടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ ഈ ഓർമുസ് പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ തരത്തിൽ ആക്രമിച്ച് തകർത്ത ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. അവർ ബദൽ സംവിധാനം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഓർമുസ് കടൽ കടക്കാനുള്ള പോംവഴികൾ സ്വീകരിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് സൗദിയുടെ കപ്പൽ തകർക്കപ്പെട്ടു, ഈ ഖത്തറിൻ്റെ കപ്പൽ എങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാൻ്റെ ആത്മീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങിൽ ഓർമുസ് കാര്യമായി നിയന്ത്രണ വിധേയമല്ല എന്ന് അമേരിക്ക ഈ കപ്പൽ മുതലാളിമാർക്ക് നിർദ്ദേശം നൽകുന്നു. ആയതിനാൽ പതുക്കെ മേഖല കയ്യിലാക്കുകയും ലോകത്തെ വിറപ്പിക്കുന്ന നിലപാടിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകാൻ വേണ്ടി ഈ അവസരം ബുദ്ധിപരമായിട്ട് പ്രയോഗിക്കുകയും ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ ഇറാൻ പറയുന്ന പാത ഒഴിവാക്കിയിട്ട് ഒമാനോട് ചേർന്ന് കൊണ്ടുള്ള പാതയിലൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നീങ്ങണം കപ്പൽ എന്നുള്ളതാണ്. ആ വഴിയിലൂടെയാണ് നീങ്ങിയത്. ഇറാൻ മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒമാൻ്റെ കൈവശത്തിലുള്ള ഓർമുസ് കടലിൻ്റെ ഭാഗത്തിൻ്റെയും നിയന്ത്രണം തങ്ങളുടെ കൈവശത്തിലാണ്. തങ്ങൾ കാണിക്കാത്ത ഏതൊരു പാതയിലേക്കൂടെ നീങ്ങിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുന്നതാണ്. ആയതിനാൽ തന്നെ അത്തരം അറ്റ കൈക്ക് ആരും ശ്രമിക്കരുത്, അത് വലിയ ദുരന്തമുണ്ടാവും. മാത്രവുമല്ല, കപ്പൽ തകർക്കപ്പെടും, കപ്പലിലെ വസ്തുക്കൾ തകർക്കപ്പെടും, അതിലെ ജീവനക്കാർക്ക് അപകടം സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ആയതിനാൽ ഇതൊരു മുന്നറിയിപ്പായിട്ട് കാണണം എന്ന് പറഞ്ഞു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യം ഖത്തറിലെ അവസാന ഘട്ടത്തിൽ തീരുമാനിച്ച സമയത്ത് ഈ കാര്യം പറയുകയും മധ്യസ്ഥരും അതോടൊപ്പം തന്നെ അമേരിക്ക ഇത് അംഗീകരിക്കുകയും ചെയ്തു. നിലവിൽ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നവരെ 2 മാസമൊക്കെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അർജൻറ്റായ രീതിയിൽ ഒരാഴ്ചത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ വേണ്ട എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പോലും സമ്മതിച്ച ആ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്? അമേരിക്ക തന്നെ അതിൽ ചതി ചെയ്തു.
ഈ 2 കപ്പലിനെയും, ഈ 3 കപ്പലുണ്ട്, ഒരു കപ്പൽ ഏതാണെന്നുള്ളതിന് വേറെ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല, 3 കപ്പലുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇറാൻ്റെ അനുമതിയില്ലാതെ അങ്ങോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ആക്രമണം നടന്നത്. സൗദി അറേബ്യ നിലവിൽ 2 തലത്തിൽ സൗദി അറേബ്യ ഈ പെട്രോളിയം അല്ലെങ്കിൽ അതിൻ്റെ ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് എണ്ണയെ ചെങ്കടലിലുള്ള സൗദി അറേബ്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന യാംബു പോർട്ടിലുള്ള തുറമുഖത്തേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് കപ്പലുകൾ വഴി കയറ്റി അയക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ആ കരമാർഗം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന കാര്യങ്ങൾ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പിന്നെ ഒരാൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, അത് ശാന്തമായ രീതിയിലുള്ള പ്രവൃത്തിയാണ്. ഇനി ഓർമസ് കടലിലൂടെയാണ് പോകുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സൗദി അറേബ്യ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറാനുമായിട്ട് സംസാരിച്ച് മാന്യമായ രീതിയിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ അതിനനുസരിച്ച് പോവുകയും ചെയ്യുന്നു. അപ്പോൾ സൗദി അറേബ്യയുടെ കപ്പൽ എവിടെ ആക്രമിക്കപ്പെടുന്നില്ല, വളരെ കൃത്യമാണ്. ഒന്നുകിൽ ഈ വഴി അല്ലെങ്കിൽ ആ വഴി, ഈ 2 വഴിയും അല്ലാത്തൊരു മറ്റേ അപകട വഴിയാണ്. അതിപ്പോൾ അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് വൈകിക്കൊണ്ട് അവർ ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നല്ലോ, നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇനി ഇപ്പോഴത്തെ ഈ കപ്പലുകളുടെ അവസ്ഥാ കാര്യങ്ങളെക്കുറിച്ച് നോക്കുന്ന സമയത്ത് സൗദിയുടെ എണ്ണക്കപ്പൽ അതാണ് ആക്രമിക്കപ്പെട്ടത്. മറ്റൊന്ന് ഖത്തറിൻ്റെ പ്രകൃതിവാതക LNG കപ്പലാണ് ആക്രമിച്ചത്. ഖത്തറിൻ്റെ കപ്പൽ ഒമാൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാൻ അത് കെട്ടിവലിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വലിയ രീതിയിലുള്ള തകർച്ച നടന്നിട്ടുണ്ട്. എഞ്ചിൻ ഭാഗത്താണ് മിസൈൽ പതിച്ചത്. അതുകൊണ്ട് മറ്റൊരു കപ്പലിൻ്റെ സഹായമില്ലാത്ത രീതിയിൽ നീങ്ങാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് ഒമാൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ സൗദി കപ്പലിനെ കുറിച്ച് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു വിവരങ്ങളും കൃത്യമായ രീതിയിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഖത്തറിലെ കപ്പലിൽ 29 ജീവനക്കാരുണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു. അവർ 29 പേരും സുരക്ഷിതരാണ്, അവർക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല. സൗദിയുടെ കപ്പലിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചത് സൗദിയുടെ കപ്പലിനാണ് എന്നുള്ളത് കൃത്യമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അമേരിക്ക, കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഉറപ്പായിട്ട് ഇടപെടണമല്ലോ. അമേരിക്കയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അമേരിക്ക ഈ വിഷയം ഉണ്ടാക്കി എന്ന കാരണത്താൽ അമേരിക്ക എന്ത് ചെയ്തു, ഇറാന് നേരെ ആക്രമണം നടത്തി. ഇറാൻ്റെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ബോംബ് സ്ഫോടനം നടത്തിയത്. 3 ബോംബ് സ്ഫോടനം സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതിൽ കൂടുതലുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇറാൻ അടങ്ങി നിന്നിട്ടില്ല, ശക്തമായിരിക്കുന്ന തിരിച്ചടി. 5 കപ്പൽ പടയുള്ള ബഹ്റൈൻ്റെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി. വലിയ തീപിടുത്തങ്ങളുണ്ടായി, വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ചതിക്കുമെന്ന് കൃത്യമായ രീതിയിൽ ഇറാൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുറ്റത്ത് തന്നെ ശത്രുക്കളുണ്ട്, വല്ലാതെ വൈകാതെ അവർ നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കും. ആ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ അവരെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് നാശനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോകാൻ അറേബ്യൻ രാജ്യങ്ങൾ പിടിച്ചെടുക്കണം എന്ന് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും. അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ മുന്നോട്ട് വരുമോ? ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇറാൻ അങ്ങനെ പിടിച്ചെടുക്കാനോ കീഴടക്കാനോ സാധിക്കില്ല. അവരുടെ മാരകമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയുണ്ട്, ആയുധങ്ങളുണ്ട്. അത് പ്രഹരിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിൽ എങ്ങനെയാണ് ഒളിപ്പിച്ച് വെച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്ക് പോലും അറിയില്ല. ഇസ്രായേൽ പരമാവധി ശ്രമിച്ചു നോക്കി, അതും നടന്നിട്ടില്ല എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. യഥാർത്ഥത്തിൽ വളരെ കൃത്യതയോടുകൂടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റൊരു തലങ്ങൾ സൃഷ്ടിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം 100% പരാജയപ്പെട്ടു. അതിന് ബലിയാടായതോ സൗദി അറേബ്യയും ഖത്തറും ബലിയാടായത് എന്തുകൊണ്ടാണ്? ഇറാൻ്റെ മുൻകൂട്ടിയുള്ള വിവര കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.